സ്നേഹമുള്ളവരെ, 1 സാമുവേൽ 7-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് കിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ക്ഷമിക്കുക. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 17. ക്വസ്റ്റ്യൻ നമ്പർ 2, 7-ാം അധ്യായത്തിലെ ശീർഷകം എന്ത്? സാമുവൽ ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, എവിടെയുള്ള ആളുകൾ വന്നാണ് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത്? ഉത്തരം കിരിയാത്ത് യയാറിലെ ആളുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, കിരിയാത്ത് യയാറിലെ ആളുകൾ വന്ന് എന്താണ് ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത്? ഉത്തരം കർത്താവിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 5, കിരിയാത്ത് യയാറിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം എവിടെ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിലാണ് എത്തിച്ചത്? ഉത്തരം ഗിരിമുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 6, കിരിയാത്ത് യയാറിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന ആരുടെ ഭവനത്തിലാണ് എത്തിച്ചത്? ഉത്തരം അബിനാദാബിന്റെ ഭവനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7, കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അവർ അഭിഷേകം ചെയ്തത്? ഉത്തരം അബിനാദാബിന്റെ പുത്രൻ എലയാസറിനെ. ക്വസ്റ്റ്യൻ നമ്പർ 8, അബിനാദാബിന്റെ പുത്രനായ എലയാസറിനെ അഭിഷേകം ചെയ്തത് എന്തിന്? ഉത്തരം കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 9, കർത്താവിന്റെ പേടകം എത്ര നാൾ അബിനാദാബിന്റെ ഭവനത്തിൽ ഇരുന്നു? ഉത്തരം 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 10, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നത് ആര്? ഉത്തരം ഇസ്രായേൽ ജനം. ക്വസ്റ്റ്യൻ നമ്പർ 11, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 12, എങ്ങനെയാണ് കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതെന്നാണ് സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും ബഹിഷ്കരിച്ചുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13, ആരെയാണ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഇസ്രായേൽ ജനത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 14, ആരെ മാത്രം ആരാധിക്കുവിൻ എന്നാണ് ഇസ്രായേൽ ജനത്തോട് സാമുവൽ പറയുന്നത്? ഉത്തരം അവിടുത്തെ മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 15, ആരുടെ കയ്യിൽ നിന്ന് അവിടുന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 16, അന്യദേവന്മാരായ ആരെയൊക്കെയാണ് ഇസ്രായേല്യർ ബഹിഷ്കരിച്ചത്? ഉത്തരം ബാലിനെയും അസ്താർത്ഥയുടെയും ബിംബങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഇസ്രായേല്യർ ബാലിന്റെയും അസ്താർത്ഥയുടെയും ബിംബങ്ങൾ ബഹിഷ്കരിച്ച് ആരെ മാത്രമാണ് ആരാധിച്ചത്? ഉത്തരം കർത്താവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഉത്തരം മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 19, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി ആരുടെ സന്നിധിയിലാണ് പകർന്നത്? ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 20, ആ ഒരു ദിവസം മുഴുവൻ അവർ ഉപവസിച്ചുകൊണ്ട് എന്താണ് ഏറ്റുപറഞ്ഞത്? ഉത്തരം ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 21, എവിടെ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്? ഉത്തരം മിസ്പായിൽ വച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 22, മിസ്പായിൽ വച്ച് സാമുവൽ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉത്തരം
ന്യായപാലനം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇസ്രായേൽ ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് കേട്ട് അവരെ ആക്രമിക്കാൻ വന്നത് ആര്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇസ്രായേൽക്കാർ ഭയചകിതരായത് എപ്പോൾ? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ വന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഫിലിസ്തീനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് ആരോടാണ് ഇസ്രായേൽ ജനം അപേക്ഷിച്ചത്? ഉത്തരം സാമുവലിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 26. സാമുവൽ എന്തിനെയാണ് സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 27. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ എങ്ങനെയാണ് സാമുവൽ കർത്താവിന് സമർപ്പിച്ചത്? ഉത്തരം സമ്പൂർണ്ണ ദഹന ബലിയായി. ക്വസ്റ്റ്യൻ നമ്പർ 28. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ ആരാണ് കർത്താവിന് സമ്പൂർണ്ണ ദഹന ബലിയായി സമർപ്പിച്ചത്? ഉത്തരം സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നത് എപ്പോൾ? ഉത്തരം സാമുവൽ ദഹനബലി അർപ്പിച്ചു കൊണ്ടിരിക്കവേ. ക്വസ്റ്റ്യൻ നമ്പർ 31. കർത്താവ് ഫിലിസ്ത്യരെ എങ്ങനെയാണ് സംഭ്രാന്തരാക്കിയത്? ഉത്തരം ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇസ്രായേല്യർ എവിടെ മുതൽ എവിടെ വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ചത്? ഉത്തരം മിസ്പായിൽ നിന്ന് ബത്ത് വരെ. ക്വസ്റ്റ്യൻ നമ്പർ 33. ആരാണ് ഫിലിസ്ത്യരെ മിസ്പായിൽ നിന്ന് ബത്ത് വരെ പിന്തുടർന്ന് വധിച്ചത്? ഉത്തരം ഇസ്രായേല്യർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ആരെയാണ് ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്ത് വരെ പിന്തുടർന്ന് വധിച്ചത്? ഉത്തരം ഫിലിസ്ത്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 35. സാമുവൽ എവിടെയാണ് ഒരു കല്ല് സ്ഥാപിച്ചത്? ഉത്തരം മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ. ക്വസ്റ്റ്യൻ നമ്പർ 36. സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ എന്താണ് സ്ഥാപിച്ചത്? ഉത്തരം ഒരു കല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 37. ആരാണ് മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചത്? ഉത്തരം സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനിട്ട പേരെന്ത്? ഉത്തരം എബനേസർ. ക്വസ്റ്റ്യൻ നമ്പർ 39. എബനേസർ എന്ന പേര് സാമുവൽ ആ സ്ഥലത്തിന് ഇട്ടത് എന്ത് പറഞ്ഞാണ്? ഉത്തരം ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 40. കീഴടങ്ങിയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് കാല് കുത്തിയിട്ടില്ലാത്തവർ ആര്? ഉത്തരം ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 41. ആരുടെ കാലം അത്രയുമാണ് കർത്താവിന്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നത്? ഉത്തരം സാമുവലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 42. എവിടെ മുതൽ എവിടെ വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന സ്ഥലങ്ങളാണ് ഇസ്രായേലിന് വിട്ടുകൊടുത്തത്? ഉത്തരം എക്രോൺ മുതൽ ഗത്ത് വരെ. ക്വസ്റ്റ്യൻ നമ്പർ 43. എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പ്രദേശങ്ങൾ ആർക്കാണ് വിട്ടുകൊടുത്തത്? ഉത്തരം ഇസ്രായേൽ ജനതയ്ക്ക് ഫിലിസ്ത്യർ വിട്ടുകൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 44. ഇസ്രായേല്യർ ആരുമായാണ് സമാധാനം ഉണ്ടാക്കിയത്? ഉത്തരം അമോര്യർ. ക്വസ്റ്റ്യൻ നമ്പർ 45. തന്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഉത്തരം സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. സാമുവൽ ഇസ്രായേൽ കൂടാതെ
ഏതെല്ലാം സ്ഥലങ്ങളിലാണ് വർഷം തോറും സന്ദർശിച്ച് നീതിപാലനം നടത്തിയിരുന്നത്? ഉത്തരം ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 47. സാമുവലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? ഉത്തരം റാമായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. എവിടെയാണ് സാമുവൽ ബലിപീഠം സ്ഥാപിച്ചത്? ഉത്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. എബനേസർ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം സഹായ ശില. ക്വസ്റ്റ്യൻ നമ്പർ 50. 1 സാമുവൽ 7:10 സമാനമായ പഴയ നിയമഭാഗം. ഉത്തരം ന്യായാധിപൻ 10:16. ക്വസ്റ്റ്യൻ നമ്പർ 51. 1 സാമുവൽ 7:10 സമാന ഭാഗമായ പഴയ ഗ്രന്ഥഭാഗം. ഉത്തരം പുറപ്പാട് 14:24, ജോഷുവ 10:10. എല്ലാവർക്കും നന്ദി, നമസ്കാരം.